ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ട്രൈ ചെയ്യുന്നത് ട്രെൻഡിങ് ആയിട്ടുള്ള ചോക്ലേറ്റ് കുനാഫ കേക്കാണ് കേട്ടോ. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൽ ഫുൾ റെസിപ്പി കാണിക്കണില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്കിതിൻ്റെ ഫുൾ റെസിപ്പി എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യേണ്ട നല്ല അടിപൊളി കേക്കാണ് കേട്ടോ ഇത്. ആദ്യം തന്നെ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള പിസ്ത ബട്ടർ തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ 1 kg വെയിറ്റ് ചെയ്യുന്ന കേക്കിന് വേണ്ടിയിട്ടുള്ള അളവാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ 1 കപ്പ് പിസ്തയാണ് എടുക്കേണ്ടത് കേട്ടോ. ഇതിൽ 1 കപ്പിൽ ഇതിൽ കുറച്ച് കുറവാണ്. നമ്മൾ വീട്ടിൽ തന്നെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉണ്ടാക്കിയിട്ടുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സെയിൽ ചെയ്യാനാണെന്ന് വെച്ചെങ്കിൽ ഈ ഒരളവ് കറക്റ്റായിട്ട് എടുക്കണം കേട്ടോ. ഇത് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ 2-3 ട്രിപ്പായിട്ടാണ് നമുക്ക് ഇതുപോലെ പേസ്റ്റ് ആക്കിയിട്ട് കിട്ടുള്ളൂ. ആദ്യം ഒന്ന് പൊടിച്ചെടുക്കുക, അതിനുശേഷം വീണ്ടും ഒന്നും കൂടി പൊടിക്കുക കേട്ടോ. ഇപ്പോൾ രണ്ടാമത് പൊടിച്ച് നോക്കുമ്പോൾ നമുക്കിതുപോലെ ഓയിലൊക്കെ ഫോം ചെയ്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ മിക്സിയുടെ സൈഡിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേണം കേട്ടോ നമ്മളത് അരച്ച് കൊടുക്കാനായിട്ട്. നമുക്കിത് അരച്ചെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ 2-3 ട്രിപ്പായിട്ട് നമ്മളിത് അരച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് ഇതിലേപോലെ ഓയിലൊക്കെ ഫോം ചെയ്ത് വരൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും അരച്ച് കൊടുക്കുക കേട്ടോ. മിക്സി ചൂടാവാനുള്ള ഒരു ഇത് വരരുത്, നമ്മൾ കുറച്ചായിട്ടാണ് അരച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അത് വീണ്ടും അരച്ച് നോക്കുമ്പോൾ ഇതുപോലെ പേസ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മധുരത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ടൈമിൽ ആഡ് ചെയ്യണമെന്നില്ല. നമുക്ക് പിസ്ത ഒരുപാടുണ്ടെങ്കിൽ പെട്ടെന്ന് പേസ്റ്റായി കിട്ടും. പക്ഷേ ഇതിൽ കുറവായതുകൊണ്ടാണ് കേട്ടോ പേസ്റ്റ് ആവാൻ കുറച്ചൊരു ബുദ്ധിമുട്ട്. അപ്പോൾ ആ മിൽക്ക് മെയ്ഡും കൂടി ഞാൻ ആഡ് ചെയ്തിട്ട് ഇത് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്ക് സെയിൽ ചെയ്യാനായിട്ട് എടുക്കുന്നതാണ് വെച്ചെങ്കിൽ എന്തായാലും 1 കപ്പ് പിസ്തനെ നിർബന്ധമായിട്ടും എടുക്കണം കേട്ടോ. ഇത് നമ്മൾ വീട്ടിലേക്കായിട്ട് ട്രൈ ചെയ്യുന്ന ഒരു കേക്കാണ്. അതുകൊണ്ട് തന്നെ അളവ് കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നീട് നമ്മൾ കുനാഫ ഡോ എടുത്തിട്ടുള്ളതാണ്. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്തതിന് ശേഷം തണുപ്പൊക്കെ ഒന്ന് വിട്ടതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. ഇതൊരു 1/2 കപ്പോളം മതിയാവും. ഇതിലിപ്പോൾ അതിലും കൂടുതലുണ്ട് കേട്ടോ. നമ്മൾ വീട്ടിലേക്ക് ഉണ്ടാക്കുക കാരണം തന്നെ നല്ല ടേസ്റ്റിയാണ് നമ്മൾ ഈ കുനാഫ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് പീസാക്കിയിട്ട് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ പീസ് ബട്ടർ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്തിട്ട് തണുപ്പ് വിട്ട ഒരു ബട്ടർ ആയിരിക്കണം. അങ്ങനെയാണെച്ചെങ്കിൽ നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. നന്നായിട്ട് ഈ ബട്ടറും അതുപോലെ ഈ ഒരു ഡോവും കൂടിയിട്ട് നന്നായി മിക്സായി കിട്ടണം. ഈ ഡോവിൻ്റെ എല്ലാ ഭാഗത്തും ഈ ബട്ടറിൻ്റെ മിക്സ് എത്തിയിട്ടുണ്ടാവണം കേട്ടോ. ഇത് ആ ബട്ടറൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു പാനിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതുപോലെ ഗ്യാസിൻ്റെ ഫ്ലെയിം എപ്പോഴും ലോ ടു മീഡിയം ആ ഒരു ലെവലിലാവാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ഹൈ ഫ്ലെയിമിലായി കഴിഞ്ഞാൽ കരിഞ്ഞു പോകാനൊരു ചാൻസ് ഉണ്ട്. അതുപോലെ കുറച്ചധികം സമയം എടുത്താലാണ് നമുക്കിതുപോലെ റോസ്റ്റായിട്ട് കിട്ടുള്ളൂ. ഈ ഒരു കളർ ആവുന്നത് വരെ നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അടി പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഈ ഒരു കളർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം കേട്ടോ. ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ ആ ഒരു പിസ്തയുടെ ബട്ടറിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു കളർ ആവുന്നത് വരെ നമ്മൾ റോസ്റ്റ് ചെയ്താൽ മതി. ഇതിൽ കൂടുതലാവേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ പിസ്തയുടെ മിക്സിലേക്ക് നമുക്ക് ഈ ഒരു കുനാഫയുടേതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിലൊരു പിസ്ത ബട്ടറിൻ്റെ അളവ് കുറവായത് കൊണ്ടാണ് ഇതിങ്ങനെ കുറച്ചൊരു ഡ്രൈ ആയിട്ട് കിടക്കുന്നത് കേട്ടോ. പിസ്തയുടെ അളവ് കൂടുതലും കുനാഫയുടെ അളവ് കുറവാണ് വേണ്ടത്. അങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിതൊരു പേസ്റ്റ് പരുവത്തിൽ കിട്ടും കേട്ടോ. ഇത് പിന്നെ വീട്ടിലേക്കുള്ളതായതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ ആക്കിയാലും കുനാഫ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അതുകൊണ്ട് പ്രശ്നമില്ല. ഇനി നമ്മൾ വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം ഒരു ചോക്ലേറ്റ് സ്പഞ്ച് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊരു 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കേക്കിൽ ഞാൻ ബട്ടർ മിൽക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇത് കട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു പോകുന്നത്. അപ്പോൾ നമുക്ക് കേക്കിൻ്റെ ബേസിലേക്ക് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അതൊന്ന് ഷുഗർ സിറപ്പായിട്ട് നന്നായിട്ട് വെറ്റ് ചെയ്തെടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് വീട്ടിലേക്കുള്ള കേക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ അധികം വിപ്പിംഗ് ക്രീം ഉപയോഗിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ക്രീം നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു കുനാഫ മിക്സ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നല്ല അത്യാവശ്യം തന്നെ നമുക്കിത് ഇട്ട് കൊടുക്കണം. എന്നാലും നമുക്കിത് കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ ആ ഒരു കുനാഫയുടെ ആ ഒരു ഫ്ലേവറും ടേസ്റ്റൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഫില്ലിങ് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഗനാഷും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് മിൽക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ. മിൽക്ക് ചോക്ലേറ്റ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ഗനാഷ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ച് കൊടുക്കുക. പിന്നീട് നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് സെക്കൻഡ് ലെയറും വെച്ച് കൊടുത്തു. ഇതേ സെയിം മെത്തേഡ് തന്നെ വെറ്റ് ചെയ്തതിന് ശേഷം വിപ്പിംഗ് ക്രീമൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുനാഫയുടെ ആ ഒരു മിക്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് 3rd ലെയറും കൂടിയും വെച്ച് കൊടുത്തതിന് ശേഷം ക്രീം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് സെറ്റാക്കി എടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ ഞാൻ ഡ്രിപ്പിങ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ട് തന്നെ ഡ്രിപ്പിംഗ് ആയിരിക്കും ഏറ്റവും ഭംഗി കേക്കിന്. അപ്പോൾ ഇതൊരു ക്രം കോട്ട് ചെയ്തതുപോലെ തന്നെയാണ് ക്രീം കൊടുത്തിട്ടുള്ളൂ. വല്ലാതെ ക്രീം അധികം കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ആ ഡ്രിപ്പിംഗ് ചെയ്ത് കൊടുത്തു. ബാക്കിയുള്ള ചോക്ലേറ്റിൻ്റെ മുകളിലായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്.
അത് നമുക്കൊരു പാലറ്റ് നൈഫ് വെച്ചിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കേക്കിൻ്റെ ഡിസൈനും അതുപോലെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ ഈ പാലറ്റ് നൈഫ് വെച്ചിട്ട് ഈ ഒരു ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും, അതുപോലെ ഇത് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു അടിപൊളി ഡിസൈൻ കിട്ടും. പിന്നീട് നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് ബാക്കി വന്നിട്ടുള്ള ആ ഒരു കുനാഫയുടെ മിക്സും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ റൗണ്ടിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു സിമ്പിൾ ഡിസൈനും ആണ്, പക്ഷെ കാണാനും നല്ല അടിപൊളി ലുക്കായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ കുനാഫ ലവേഴ്സും ചോക്ലേറ്റ് ലവേഴ്സൊക്കെ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു കേക്കാണ് കേട്ടോ ഇത്. ഞാനിതുവരെ കഴിച്ച കേക്കുകൾ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതത് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കി എടുക്കുക കേട്ടോ. ഒരു 1 ഹവറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇത് സെറ്റാക്കി എടുക്കണം. നമ്മൾ ഓവർനൈറ്റൊക്കെ വെക്കുകയാണെന്ന് വെച്ചെങ്കിൽ അത്രയും നല്ലതാണ്, അത്രയും ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഞാനിതൊരു 1 ഹവറൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇത് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് കഴിച്ച് നോക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമുക്കിത് കഴിക്കുമ്പോൾ ആ ചോക്ലേറ്റിൻ്റെ അതുപോലെ ആ കുനാഫയുടെ ഒക്കെ ടേസ്റ്റ് നമുക്ക് നന്നായിട്ട് കിട്ടും. അതുപോലെ ആ കുനാഫയുടെ ക്രഞ്ചിനെസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.